അങ്ങനെ നമ്മൾ ഒരു എപ്പിസോഡ് കഴിഞ്ഞു, രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് കൃഷി സ്ഥലത്ത് തന്നെയാണുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു, അതായത് നമ്മുടെ ജാതിത്തോട്ടത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു, കുറച്ച് ഞാൻ കാണിച്ചു. ഇപ്പോൾ ഈ നിൽക്കുന്ന ഭാഗത്തും ജാതി കൃഷിയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ജാതിക്ക കുറവായിരുന്നു എന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം ഇതുണ്ടോ, അവിടെ ഇവിടേക്ക് ഓരോന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും ജാതിക്ക് വലിയ ക്ഷീണമൊന്നുമില്ല. വെയിലൊന്നും ഏറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും കാര്യമില്ലാത്തതുകൊണ്ട് ജാതിയെല്ലാം നല്ല ഇതായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വേറൊരു സ്ഥലം, അതായത് ഞാനൊരു പുതിയ സ്ഥലം എടുത്തതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8-10 വർഷമായിട്ട് കൃഷിയൊന്നും ചെയ്യാതെ കിടന്ന സ്ഥലം ഞാൻ പുതിയ സ്ഥലം വാങ്ങിച്ചതാണ്. വാങ്ങിച്ചിട്ട് അവിടെ ഞാൻ ആദ്യം കുറച്ച് ഞാലിപ്പൂവൻ വാഴ ഐറ്റംസ് എല്ലാം വെച്ചു, പിന്നെ കുറച്ച് കവുങ്ങും വെച്ചു. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അന്നേരം ഇന്ന് നമുക്ക് കുറേ വാഴക്കൊലയൊക്കെ വെട്ടാനുണ്ട്. ആ വാഴക്കൊല വെട്ടുന്നതൊക്കെ നമുക്ക് കാണിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇതാണ് ഇപ്പോൾ റോബസ്റ്റയാണ് ഇപ്പോൾ ഇവിടെ വരുന്നിടത്ത് നിൽക്കുന്നത്. നമ്മുടെ പഴയ സ്ഥലം പുതിയ സ്ഥലത്തിൻ്റെ ഭാഗമാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കവുങ്ങിൻ്റെ തൈ ഒക്കെ ഉണ്ട്. ഏകദേശം 1.5 വർഷമായി കവുങ്ങൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ ഇത് ശരിക്കും കൊക്കോ, ശരിക്കും പഴയ വെട്ടിക്കളഞ്ഞ കുറ്റിയെന്ന് മുളച്ച് വന്നേക്കുന്ന കൊക്കയാണ്. കൊക്കോ ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് വേറെ കുറച്ച് സംഭവങ്ങളിലൂടെ കാണിക്കാനുണ്ട്. സോ എൻ്റെ കയ്യിലൊരു ഗ്ലൗസ് ഒക്കെ കിടപ്പുണ്ട്. ഞാനിത് ശരിക്കും ഗ്ലൗസ് ഉപയോഗിക്കുന്നതാണ്, വേറൊന്നുമല്ല. ഇപ്പം നമുക്ക് മാർക്കറ്റിൽ കിട്ടും ഈ സാധനം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു റബ്ബർ കോട്ടിംഗ് ഉണ്ട്, പലർക്കും അറിയാം. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒത്തിരി ഉപകാരമുണ്ട് ഈ സംഭവം. ശരിക്കും മേസ്തിരിപ്പണി സംഭവങ്ങളൊക്കെയാണ് ഈ ഗ്ലൗസ് ശരിക്കും നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത്. പക്ഷേ ഇത് എല്ലാ പണിക്കും, തൂമ്പപ്പണി, വാക്കത്തി കൊണ്ടുള്ള പരിപാടികൾ, പുല്ലിയത്ത്, എല്ലാത്തിനും ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സേഫാണ് കയ്യെ. അത്യാവശ്യം നമുക്ക് വേറിയ മുറിവുകളൊന്നും ഉണ്ടാകാതെ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാം. സേഫ്റ്റി ഫസ്റ്റ്, അതായത് നമ്മൾ ഷിപ്പിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇതാണ് സംഭവം. അതായത് നമുക്ക് സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നതാണ്. കാരണം ഇന്നിപ്പം വാഴക്കൊല വെട്ടുണ്ട്. അപ്പോൾ ഈ കൊല വെട്ടുമ്പോൾ നമുക്ക് എന്തായാലും ഈ വാഴനാരൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ചിലപ്പം കയറാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ഈസി ആയിട്ട് വെട്ടിപ്പോകാം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകാം. അവിടെയാണ് കുറച്ച് പിന്നെ കൊല നമുക്ക് വെട്ടാനുള്ളത്. കാണിച്ചു തരാം. എൻ്റെ ടീഷർട്ട് സ്പെഷ്യൽ ഡിസൈനാണ്. വാഴക്കറയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ കൊലവെട്ടിൻ്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടീഷർട്ടാണ് ഇട്ടേക്കുന്നത്. കാരണം നമ്മൾ എന്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും മുഷിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പരുവത്തിലേ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇത് കണ്ടോ, ഇത് റോബസ്റ്റ സെക്കൻഡ് റൗണ്ടാണ്. ആദ്യത്തെ റൗണ്ട് കൊല വെട്ടി പോയിട്ട് രണ്ടാമത്തെ റൗണ്ട് കൊലയായിട്ട് വരുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ രീതിക്ക്, അതായത് നമുക്കിപ്പോൾ കിട്ടുന്ന വാഴവിത്തിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. കാരണം കൂടുതലും വരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള വിത്ത് കയറി വരുന്നതാണ്. അപ്പം ഒരു ക്വാളിറ്റി കുറവുണ്ട്. ഇതുണ്ട് കവുങ്ങൊക്കെ ഇപ്പം നമ്മുടെ ഏകദേശം ഒരാൾ പൊക്കത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഓലയൊക്കെ. അപ്പം ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് നമ്മൾ വാഴ വെച്ചിട്ട് പറഞ്ഞ പോലെ മോശം വിത്ത് കിട്ടിയിട്ട് നമ്മളത് വെട്ടിക്കളഞ്ഞ ഭാഗമാണിത്. അതുകൊണ്ട് ഇവിടെ വാഴയില്ല. ഇത് ഈ ഇനം കവുങ്ങിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹിത് നഗർ എന്നാണ് പറയുന്നത്. ഇവിടെ നേഴ്സറിക്കാർ പറഞ്ഞ് നമുക്ക് അങ്ങനെയാണ് തന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കരയ്ക്ക് വെക്കാൻ ഇതാണ് നല്ലതെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2 തരം കവുങ്ങുകളാണ് ഇവിടെ മെയിനായിട്ടും വെക്കുന്നത്. മംഗള എന്ന് പറഞ്ഞ വേറൊരു ഇനം കൂടെ ഉണ്ട്. അപ്പോൾ അത് നല്ല ഉരുണ്ട ഭാഗമൊക്കെ ആയിട്ട് പെട്ടെന്ന് കായ്ക്കുന്നതാണ്. പക്ഷേ അത് ജലാംശം കൂടുതലുള്ള മണ്ണിലാണ് അത് നല്ലതെന്ന് പറഞ്ഞത്. അതായത് കരയായിട്ടുള്ള സ്ഥലത്ത് എപ്പോഴും ഇതാണ് നല്ലതെന്നാണ് പറയുന്നത്. പക്ഷേ മറ്റേതുപോലെ പെട്ടെന്ന് കായ്ക്കില്ലാന്ന് തോന്നുന്നു, ഇച്ചിരി വൈകുമെന്ന് തോന്നുന്നു. പക്ഷേ കരയ്ക്ക് ലാസ്റ്റിങ് കൂടുതൽ കിട്ടുന്നതായതുകൊണ്ടാണ് നമ്മൾ ഈ ഇനം കവുങ്ങ്, നമ്മൾ ഏകദേശം ഒരു 400 കവുങ്ങോളമാണ് നമ്മളിപ്പോൾ ഈ ഒരു 1.5 ഏക്കർ സ്ഥലത്ത് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഞാലിപ്പൂവൻ വാഴത്തോട്ടം. ഇതിനിടയ്ക്ക് നമ്മുടെ പൂജക്കദളി വാഴയുണ്ട്, അത് ഞാൻ കാണിക്കാം. എനിക്ക് കൊല വെട്ടാനുണ്ട് പൂജക്കദളിയുടെ. നമുക്ക് ഇതിലൂടെ ഇറങ്ങണം. നമുക്കിപ്പോൾ ഇതിലൂടെ പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് നമുക്ക് വഴി ഇട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പുകളൊന്നും വിട്ടിട്ടില്ല. ഇനി അതൊന്ന് ഓർഡർ ആക്കണം നമുക്ക്. അല്ല, ഇതിപ്പോൾ ഫുള്ള് നിറഞ്ഞു നിൽക്കുകയാണ് വാഴ. നല്ല തണലാണ് കേട്ടോ ഇതിനകത്ത്. വേണ്ടോ, ഇത് പൂജക്കദളി കൊലയാണ്. ഇതാണ് എനിക്കിപ്പം വെട്ടാനുള്ളത്. അതിനെ ഞാനിതിൻ്റെ മേലിൽ കയറി ഇപ്പം ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി പാടാണ് ഇറക്കാൻ. ഓക്കെ, നമ്മൾ പെട്ടെന്ന് വിട്ട് കഴിഞ്ഞാൽ ഇടിച്ചെല്ലാം പൊട്ടിപ്പോകും. ഓക്കെ,
സെറ്റായി. ഇതാണ് പൂജക്കദളി. പൂജക്കദളി ശരിക്കും നല്ല ഡിമാൻഡുള്ള സാധനമാണ് സീസൺ ആണെങ്കിൽ. ഇപ്പം ഇത് ശരിക്കും ഡിമാൻഡ് കുറഞ്ഞു, വളരെ വിലക്കുറവാണ് ഇപ്പോൾ പൂജക്കദളി. ഞാലിപ്പൂവൻ വെട്ടാൻ എളുപ്പമുണ്ട്, കാരണം വലിയ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ശരിക്കും വലിയ സ്ട്രെയിൻ ഇല്ല, വലിയ പൊക്കവും ഇല്ല വാഴയ്ക്ക്, അതുകൊണ്ട് പിന്നെ ഇപ്പം ശരിക്കും കാളാമുണ്ട ഇച്ചിരി നീട്ടി കെട്ടിയാണ് നമ്മൾ എടുക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ചുമന്നുകൊണ്ട് പോകണം വീട് വരെ. അപ്പോൾ അതുകൊണ്ട് ഇതുണ്ട്, ഇതിപ്പോൾ നല്ല മൂപ്പായി, കായൊക്കെ അത്യാവശ്യം ഉരുണ്ടു. ശരിക്കും പറഞ്ഞാൽ കാ ഉരുണ്ടിട്ടില്ലെങ്കിൽ ശരിക്കും നമ്മൾ ആ ഒരു വില കുറയ്ക്കും. ഇതായി സെറ്റായി. ഇനി ഇതങ്ങ് പൊളിച്ചൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെക്കുക. ഇത്ര നീണ്ടിരിക്കണം ശരിക്കും നമുക്ക് പോകുമ്പോൾ, എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് തോളത്തിട്ടുകൊണ്ട് പോകാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത കൊല നമുക്ക് വെട്ടാം. പിന്നെ ഇത് ശരിക്കും നമ്മൾ ഈ വാഴയുടെ കച്ചിയെല്ലാം എടുത്തിട്ട് നമ്മൾ ഈ എടപ്പന്തിയിലാണ് ഇടുന്നത്, ഇവിടെ ഇടുവാണ്, ഇതുപോലെ ഇട്ടങ്ങ് പോവുകയാണ്. അപ്പോൾ അന്നേരം നമുക്ക് അവിടെ കാട് കയറാതിരിക്കും. പിന്നെ അതവിടെ നമുക്ക് തടസ്സമില്ലാതെ ഒതുങ്ങി കിടന്നോളും. ഇത് പിന്നെ അവിടെ വേറെ കുറേയുണ്ട്, നമുക്കത് ഇച്ചിരി പൊക്കമുള്ള വാഴയാണ്. പിന്നെ കുറച്ച് നമ്മൾ ഇതുപോലെ കവുങ്ങിന് പൊതയായിട്ടൊക്കെ ഇടും. അപ്പം ഇതിനകത്ത് നമുക്ക് കുറച്ച് അതിന് തണുപ്പ് കിട്ടും. ഇതിൻ്റെ ഇലയൊക്കെ പോയി കേട്ടോ, അതാ പറഞ്ഞ് ഞാനൊരു വിത്തിൻ്റെ കേടിൻ്റെ ആയിരിക്കും ഈ ഇല ഇങ്ങനെ പോകുന്നത്. നമ്മൾ വെക്കുന്ന വിത്തിൻ്റെ കേട് വരുന്നതുകൊണ്ടാണ് ഈ വാഴക്കൊല വെട്ടാറാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇല മൊത്തം ഉണങ്ങിപ്പോകും. അപ്പോൾ ഇത് ഇങ്ങോട്ട് വെക്കുന്നു. ഓക്കെ, സോ ഇതൊരു സെക്ഷൻ നമ്മളിവിടെ വെക്കുകയാണ്. പിന്നെ നമ്മൾ ഓർത്ത് വന്നെല്ലാം കൂടെ ലാസ്റ്റ് നമ്മൾ എടുത്തുകൊണ്ട് പോകും. ഇവിടെ ഒരു ഞാലിപ്പൂവും പഴുത്തു തുടങ്ങിയായിരുന്നു. ഇത്രയും കൊല ഇവിടെ ഉണ്ട്, ഇനി മേളിൽ ബാക്കിയുള്ള കൊലകൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ കൊലവെട്ട് കഴിഞ്ഞു. പക്ഷേ ഇനി ഇതെല്ലാം ചുമന്ന് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വെക്കണം. സാധാരണ ആൾക്കാർ കൂടുതലെടുക്കും, കാരണം വേറെ കമ്പയിലൊക്കെ വെച്ച് കെട്ടിയിട്ട്. പക്ഷെ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല, ഇങ്ങനെ രണ്ടെണ്ണം തോളലിട്ടൊന്നും പോവാം. സോ അങ്ങനെ നമ്മുടെ കൊലവെട്ട് കഴിഞ്ഞു കേട്ടോ. കൊലകെട്ട് കഴിഞ്ഞിട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റി, കാളാമണ്ടമെല്ലാം നീളമുള്ളത് കട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷം വേണ്ട നമ്മളിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇപ്പോൾ ഏകദേശം 14 ഞാലിപ്പൂവൻ കൊലയാണ് നമ്മളിന്ന് വെട്ടിയത്. അതുപോലെ തന്നെ ഇത് പൂജക്കദളി 3 എണ്ണം അതും വെട്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ദേ വെട്ടി മാറ്റി ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുവാണ് നമുക്ക് കൊടുക്കാൻ. സോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ കൊലവെട്ട് പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടു. ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ട്, ഞാൻ സ്വന്തമായിട്ട് പറമ്പിൽ ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇത് ഇടുക്കിക്കാരെ സംബന്ധിച്ച് ഇതൊരു പുതുമയൊന്നുമല്ല. എന്നാൽ പോലും ഞാനതാ ഞാൻ പറഞ്ഞത്, പല നാട്ടിലുള്ള ആൾക്കാർ വീഡിയോ കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അത് കൃഷി ഇഷ്ടമുള്ള ആൾക്കാർക്ക്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ന്യൂ ജനറേഷന് ഒരു ഇൻസ്പിറേഷനും കൂടെ ആകാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മൾ മുന്നോട്ടും ഇതിൻ്റെ ബാക്കി വീഡിയോസ് വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം കാണിക്കാം. ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു സംഭവം കൊക്കോ കൃഷിയിൽ, അത് ഞാൻ നിങ്ങളെ കാണിക്കാം അടുത്ത വീഡിയോയിൽ. അപ്പം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അപ്പം കൂടുതൽ ഇമ്പ്രൂവ് ചെയ്ത് മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും വോയിസ് ഓഫ് കേരളയുടെ ഗുഡ് ബൈ.